12/4/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ ഈ ബ്രാഹ്മണകുലം തികച്ചും അനുപമമാണ്. നിങ്ങൾ ബ്രാഹ്മണർ തന്നെയാണ് നോളജ്ഫുൾ. നിങ്ങൾ ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും അജ്ഞാനത്തെയും അറിയുന്നു. ചോദ്യം: ഏതൊരു സഹജ പുരുഷാർത്ഥത്തിലൂടെ കുട്ടികളായ നിങ്ങളുടെ മനസ്സ് എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറിപ്പോകും? ഉത്തരം: ആത്മീയ തൊഴിലിൽ മുഴുകുക മാത്രം ചെയ്യൂ. എത്രത്തോളം ആത്മീയ സേവനം ചെയ്തുകൊണ്ടിരിക്കുമോ അത്രയും മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും സ്വതവേ മനസ്സ് മാറിപ്പോകും. രാജപദവി നേടാനുള്ള പുരുഷാർത്ഥത്തിൽ മുഴുകും. എന്നാൽ ആത്മീയ സേവനത്തോടൊപ്പം ഏതൊരു രചന രചിച്ചിരിക്കുന്നോ അതിനെയും സംരക്ഷിക്കണം. ഗീതം: ആര് പ്രിയതമൻ്റെ കൂടെയാണോ? ഓം ശാന്തി. പ്രിയതമൻ എന്ന് പറയുന്നത് ബാബയെയാണ്. ഇപ്പോൾ ബാബയുടെ മുന്നിൽ കുട്ടികൾ ഇരിക്കുന്നു. കുട്ടികൾക്കറിയാം നമ്മൾ ഏതെങ്കിലും സന്യാസിമാരുടെയോ മറ്റോ മുന്നിലല്ല ഇരിക്കുന്നത്. ആ ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ജ്ഞാനത്തിലൂടെയാണ് സദ്ഗതി ഉണ്ടാകുന്നത്. ജ്ഞാനം, വിജ്ഞാനം, അജ്ഞാനം എന്ന് പറയുന്നുണ്ട്. വിജ്ഞാനം എന്നാൽ ദേഹി അഭിമാനിയാകുക, ഓർമ്മയുടെ യാത്രയിലിരിക്കുക. ജ്ഞാനം എന്നാൽ സൃഷ്ടിചക്രത്തെ അറിയുക. ജ്ഞാനം, വിജ്ഞാനം, അജ്ഞാനം, ഇതിൻ്റെ അർത്ഥം മനുഷ്യർ തികച്ചും അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ സംഗമയുഗി ബ്രാഹ്മണരാണ്. നിങ്ങളുടെ ഈ ബ്രാഹ്മണകുലം വ്യത്യസ്തമാണ്. അതിനെ ആരും അറിയുന്നില്ല. ബ്രാഹ്മണർ സംഗമത്തിലാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യങ്ങൾ ശാസ്ത്രങ്ങളിൽ ഇല്ല. പ്രജാപിത ബ്രഹ്മാവ് ഉണ്ടായിരുന്ന ശേഷം പോയി എന്നതും അറിയുന്നു. ബ്രഹ്മാവിനെ ആദിദേവൻ എന്ന് പറയുന്നു. ആദിദേവിയായ ജഗദംബ ആരാണ്? ഇതും ലോകം അറിയുന്നില്ല. തീർച്ചയായും ബ്രഹ്മാവിൻ്റെ മുഖവംശാവലി തന്നെയായിരിക്കും. അത് ബ്രഹ്മാവിൻ്റെ പത്നിയല്ല. അഡോപ്റ്റ് ചെയ്യുകയല്ലേ? കുട്ടികളായ നിങ്ങളെയും അഡോപ്റ്റ് ചെയ്യുന്നു. ബ്രാഹ്മണരെ ദേവത എന്ന് പറയില്ല. ഇവിടെ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രമുണ്ട്. അതും മനുഷ്യൻ തന്നെയാണല്ലോ. ബ്രഹ്മാവിനോടൊപ്പം സരസ്വതിയുമുണ്ട്. പിന്നെ ദേവിമാരുടെയും ക്ഷേത്രങ്ങളുണ്ട്. എല്ലാവരും ഇവിടെയുള്ള മനുഷ്യർ തന്നെയാണല്ലോ. ക്ഷേത്രം ഒരാളുടേത് നിർമ്മിച്ചിരിക്കുകയാണ്. പ്രജാപിതാവിന് അനേകം പ്രജകളുണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പ്രജാപിത ബ്രഹ്മാവിൻ്റെ കുലം വൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അഡോപ്റ്റഡ് ധർമ്മത്തിലെ കുട്ടികളാണ്. ഇപ്പോൾ നിങ്ങളെ പരിധിയില്ലാത്ത ബാബ ധർമ്മത്തിൻ്റെ കുട്ടികൾ, അതായത് ദത്തുപുത്രർ ആക്കിയിരിക്കുന്നു. ബ്രഹ്മാവും പരിധിയില്ലാത്ത ബാബയുടെ കുട്ടിയാണ്. ഇദ്ദേഹത്തിനും സമ്പത്ത് ആ ഒന്നിൽ നിന്നുമാണ് ലഭിക്കുന്നത്. പൗത്രന്മാരും പൗത്രിമാരുമായ നിങ്ങൾക്കും സമ്പത്ത് ആ ഒന്നിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ജ്ഞാനം ആരുടെ പക്കലുമില്ല. കാരണം ജ്ഞാനസാഗരൻ ഒന്നാണ്. ആ ബാബ ഏതുവരെ വരുന്നില്ല അതുവരെ ആരുടെയും സദ്ഗതി ഉണ്ടാകുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഭക്തിയിൽ നിന്നും ജ്ഞാനത്തിലേക്ക് വന്നിരിക്കുന്നു. സദ്ഗതിക്ക് വേണ്ടി സത്യയുഗത്തെ സദ്ഗതി എന്ന് പറയുന്നു. കലിയുഗത്തെ ദുർഗതി എന്ന് പറയുന്നു. കാരണം രാവണന്റെ രാജ്യമാണ്. സദ്ഗതിയെ രാമരാജ്യം എന്നും പറയുന്നു. സൂര്യവംശി എന്നും പറയുന്നു. യഥാർത്ഥ നാമം സൂര്യവംശി എന്നും ചന്ദ്രവംശി എന്നുമാണ്.
കുട്ടികൾക്കറിയാം, നമ്മൾ തന്നെയാണ് സൂര്യവംശി കുലത്തിലേതായിരുന്നത്. പിന്നീട് 84 ജന്മങ്ങളെടുത്തു. ഈ ജ്ഞാനം ഏതെങ്കിലും ശാസ്ത്രങ്ങളിൽ ഉണ്ടാവുക സാധ്യമല്ല. കാരണം ശാസ്ത്രങ്ങൾ തന്നെ ഭക്തിമാർഗത്തിനു വേണ്ടിയാണ്. അവയെല്ലാം വിനാശമാകും. ഇവിടെ നിന്നും ഏതൊരു സംസ്കാരം എടുത്തുകൊണ്ട് പോകുമോ അവിടെ അവയെല്ലാം നിർമ്മിക്കുവാൻ തുടങ്ങും. നിങ്ങളിലും രാജപദവിയുടെ സംസ്കാരം നിറയുകയാണ്. നിങ്ങൾ രാജ്യം ഭരിക്കും. അവർ അഥവാ ശാസ്ത്രജ്ഞർ പിന്നെ രാജധാനിയിൽ വന്ന് ഏതൊരു കലാവൈദഗ്ധ്യം അഭ്യസിക്കുന്നുവോ അത് തന്നെ ചെയ്യും. സൂര്യവംശി, ചന്ദ്രവംശി രാജധാനിയിൽ തീർച്ചയായും പോകും. അവരിൽ സയൻസിൻ്റെ ജ്ഞാനം മാത്രമാണുള്ളത്. അവർ അതിൻ്റെ സംസ്കാരം എടുത്തുകൊണ്ടു പോകും. അതും സംസ്കാരമാണ്. അവരും പുരുഷാർത്ഥം ചെയ്യുന്നു. അവരുടെ പക്കൽ ആ വിദ്യയുണ്ട്. നിങ്ങളുടെ പക്കൽ രണ്ടാമതേതെങ്കിലും വിദ്യയില്ല. നിങ്ങൾ ബാബയിൽ നിന്നും രാജപദം നേടും. തൊഴിലിലും മറ്റും അതിൻ്റെ സംസ്കാരമാണല്ലോ ഉണ്ടായിരിക്കുന്നത്. എത്ര ഉരസലുകൾ ഉണ്ടാകുന്നു. എന്നാൽ വാനപ്രസ്ഥ അവസ്ഥ ഉണ്ടാകാത്തതുവരെയും കുടുംബത്തെയും സംരക്ഷിക്കണം. ഇല്ലെങ്കിൽ കുട്ടികളെ ആര് സംരക്ഷിക്കുവാനാണ്? ഇവിടെ വന്ന് ഇരിക്കുകയില്ലല്ലോ. ഇങ്ങനെ പറയുകയാണ്. എപ്പോഴാണോ ഈ തൊഴിലിൽ പൂർണ്ണ രീതിയിൽ മുഴുകുന്നത്, പിന്നെ അത് ഒഴിവാവുക സാധ്യമാണ്. അതോടൊപ്പം രചനയെയും തീർച്ചയായും പരിപാലിക്കേണ്ടി വരുന്നു. ചിലർ നല്ല രീതിയിൽ ആത്മീയ സേവനത്തിൽ മുഴുകുന്നു. പിന്നെ അവരിൽ നിന്നും മനസ്സ് മാറിപ്പോകും. എത്ര സമയം ഈ ആത്മീയ സേവനത്തിനായി കൊടുക്കുമോ അത്രയും നല്ലതാണ് എന്ന് മനസ്സിലാക്കും. ബാബ വന്നിരിക്കുകയാണ് പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റുന്നതിനുള്ള വഴി പറഞ്ഞു തരാൻ. അപ്പോൾ കുട്ടികളും ഈ സേവനം ചെയ്യണം. ഓരോരുത്തരുടെയും കണക്ക് നോക്കപ്പെടുന്നു. പരിധിയില്ലാത്ത ബാബയാകട്ടെ പതീതത്തിൽ നിന്നും പാവനമാകുന്നതിനുള്ള മതം നൽകുകയാണ് ചെയ്യുന്നത്. ആവുന്ന പാവനമാകാനുള്ള വഴി പറഞ്ഞു തരുന്നു. പിന്നെ ഈ പരിപാലിക്കുക, നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നത് ഇദ്ദേഹത്തിൻ്റെ ജോലിയാകുന്നു. ശിവബാബ പറയുന്നു, എന്നോട് ഏതെങ്കിലും തൊഴിലിൻ്റെയോ മറ്റോ കാര്യം ചോദിക്കുവാൻ പാടില്ല. എന്നെ നിങ്ങൾ വിളിച്ചത് വന്ന് പതീതത്തിൽ നിന്നും പാവനമാക്കൂ എന്നാണ്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിലൂടെ നിങ്ങളെ ആക്കിക്കൊണ്ടിരിക്കുന്നു. ഇതും അച്ഛനാണ്. ഇദ്ദേഹത്തിൻ്റെ മതമനുസരിച്ച് നടക്കേണ്ടി വരും. ആ ഒന്നിൻ്റേത് ആത്മീയ മതമാണ്. ഇദ്ദേഹത്തിൻ്റേത് ഭൗതികമാണ്. ഇദ്ദേഹത്തിൻ്റെ മേലും എത്ര റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കുന്നു. ഇദ്ദേഹവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ബാബയുടെ ആജ്ഞയാണ്, എന്നെ മാത്രം ഓർമ്മിക്കൂ, ബാബയുടെ മതമനുസരിച്ച് നടക്കൂ. പിന്നെ കുട്ടികൾക്ക് എന്തും ചോദിക്കേണ്ടി വരുന്നു. തൊഴിലിൽ എങ്ങനെ നടക്കണം? ഈ കാര്യങ്ങളെ ഈ സാകാര ബാബയ്ക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുവാൻ സാധിക്കും. അനുഭവിയാണ്. ഇദ്ദേഹം പറഞ്ഞു തന്നുകൊണ്ടിരിക്കും, ഇങ്ങനെയെല്ലാമാണ് ഞാൻ ചെയ്യുന്നത്. ഇദ്ദേഹത്തെ നോക്കി പഠിക്കണം. ഇദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം ഇദ്ദേഹമാണ് എല്ലാവരേക്കാളും മുന്നിൽ. എല്ലാ കൊടുങ്കാറ്റും ആദ്യം ഇദ്ദേഹത്തിൻ്റെ അടുക്കലാണ് വരുന്നത്. അതിനാൽ എല്ലാവരേക്കാളും റുസ്തം, അതായത് യോദ്ധാവ് ഇദ്ദേഹമാണ്. അതിനാലാണ് ഉയർന്ന പദവിയും നേടുന്നത്. മായയും യോദ്ധാവായി യുദ്ധം ചെയ്യുന്നു. ഇദ്ദേഹം ഉടനടി സർവ്വതും ഉപേക്ഷിച്ചു. ഇദ്ദേഹത്തിൻ്റെ പാർട്ടായിരുന്നു.
ബാബ ഇദ്ദേഹത്തിലൂടെ ഇത് ചെയ്യിച്ചു. ചെയ്യുന്നവനും ചെയ്യിക്കുന്നവനും അതാണല്ലോ. സന്തോഷത്തോടെ ഉപേക്ഷിച്ചു. സാക്ഷാത്കാരം ഉണ്ടായി. ഇപ്പോൾ ഞാൻ വിശ്വത്തിൻ്റെ അധികാരി ആകുന്നു. ഈ നയാ പൈസയുടെ വസ്തു ഞാൻ എന്തു ചെയ്യുവാനാണ്? വിനാശത്തിൻ്റെ സാക്ഷാത്കാരവും കാണിച്ചു കൊടുത്തു. ഈ പഴയ ലോകത്തിൻ്റെ വിനാശം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് മനസ്സിലായി. എനിക്ക് വീണ്ടും രാജപദവി ലഭിക്കുന്നു. അതിനാൽ ഉടനടി അത് ഉപേക്ഷിച്ചു. ഇപ്പോൾ ബാബയുടെ മതമനുസരിച്ച് നടക്കണം. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ഡ്രാമ അനുസരിച്ച് ഭക്തി ഉണ്ടാകണമായിരുന്നു. ഇത്രയും പേർ എന്തുകൊണ്ട് ഓടി വന്നു എന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. ഇത് ഏതെങ്കിലും സന്യാസിയല്ല. ഇതാകട്ടെ സിമ്പിളാണ്. ഈ ഒന്ന് ആരെയും അപഹരിച്ചിട്ടില്ല. മനുഷ്യകുലത്തിനും മഹിമ യാതൊന്നുമില്ല. മഹിമയുള്ളത് ഒരേ ഒരു ബാബയ്ക്കാണ്. അത്രമാത്രം. ബാബ തന്നെ വന്ന് എല്ലാവർക്കും സുഖം നൽകുന്നു, നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾ ഇവിടെ ആരുടെ അടുക്കൽ വന്നിരിക്കുകയാണ്? നിങ്ങളുടെ ബുദ്ധി അവിടെയും പോകും, ഇവിടെയും കാണും. കാരണം ശിവ് ബാബ അവിടെ വസിക്കുന്നവനാണ് എന്നറിയാം. ഇപ്പോൾ ഇദ്ദേഹത്തിൽ വന്നിരിക്കുന്നു. ബാബയിൽ നിന്നും നമുക്ക് സ്വർഗത്തിൻ്റെ സമ്പത്ത് ലഭിക്കണം. കലിയുഗത്തിന് ശേഷം തീർച്ചയായും സ്വർഗം വരും. കൃഷ്ണനും ബാബയിൽ നിന്നും സമ്പത്തെടുത്ത് രാജ്യം ഭരിക്കുന്നു. ഇതിൽ ചരിത്രത്തിൻ്റെ കാര്യം തന്നെയില്ല. ഇതുപോലെ രാജാവിൻ്റെ അടുക്കൽ രാജകുമാരൻ ജനിക്കുന്നു. സ്കൂളിൽ പഠിച്ച് പിന്നെ വലുതാകുമ്പോൾ സിംഹാസനം നേടും. ഇതിൽ മഹിമയുടെയും ചരിത്രത്തിൻ്റെയും കാര്യമില്ല. ഉയർന്നതിലും ഉയർന്നത് ഒരു ബാബ തന്നെയാണ്. മഹിമയും ബാബയ്ക്കാണുള്ളത്. ഇദ്ദേഹവും ആ ഒന്നിൻ്റെ പരിചയം നൽകുന്നു. ഞാൻ പറയുന്നു എന്ന് ആ ഒന്ന് പറയുമ്പോൾ മനുഷ്യർ മനസ്സിലാക്കും ഇദ്ദേഹം തന്നെക്കുറിച്ചാണ് പറയുന്നതെന്ന്. ഈ കാര്യങ്ങൾ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഭഗവാനെ ഒരിക്കലും മനുഷ്യൻ എന്ന് പറയുവാൻ കഴിയില്ല. അത് ഒരേ ഒരു നിരാകാരനാണ്. പരംധാമത്തിൽ വസിക്കുന്നു. നിങ്ങളുടെ ബുദ്ധി മുകളിലേക്കും പോകുന്നു, പിന്നെ താഴേക്കും വരുന്നു. ബാബ ദൂരദേശത്തു നിന്നും അന്യദേശത്ത് വന്ന് നമ്മളെ പഠിപ്പിച്ച് പിന്നീട് മടങ്ങിപ്പോകുന്നു. സ്വയം പറയുന്നു, ഞാൻ വരുന്നത് സെക്കൻഡിലാണ്, സമയമെടുക്കുന്നില്ല. ആത്മാവും സെക്കൻഡിൽ ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നിലേക്ക് പോകുന്നു. ആർക്കും കാണുവാൻ കഴിയില്ല. ആത്മാവ് വളരെ വേഗതയുള്ളതാണ്. സെക്കൻഡിൽ ജീവൻ മുക്തി എന്ന് മഹിമയും പാടിയിട്ടുണ്ട്. രാവണ രാജ്യത്തെ ജീവൻ ബന്ധന രാജ്യം എന്ന് പറയും. കുട്ടി ജനിച്ചു, പിന്നെ പിതാവിൻ്റെ സമ്പത്ത് ലഭിക്കുന്നു. നിങ്ങളും ബാബയെ തിരിച്ചറിഞ്ഞു, സ്വർഗത്തിൻ്റെ അധികാരിയായി. പിന്നെ അതിൽ പുരുഷാർത്ഥമനുസരിച്ച് നമ്പർ വാർ പദവിയുണ്ട്. ബാബ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. രണ്ട് അച്ഛനുണ്ട്. ഒന്ന് ലൗകികം, ഇനിയൊന്ന് പാരലൗകികം. പാടുന്നുമുണ്ട്, ദുഃഖത്തിൽ സർവരും സ്മരിക്കും, സുഖത്തിൽ ആരും സ്മരിക്കുകയില്ല എന്ന്. നിങ്ങൾക്കറിയാം, നമ്മൾ ഭാരതവാസികൾക്ക് എപ്പോഴാണോ സുഖം ഉണ്ടായിരുന്നത് അപ്പോൾ സ്മരിക്കുമായിരുന്നില്ല. പിന്നെ 84 ജന്മങ്ങൾ എടുക്കുന്നു. ആത്മാവിൽ കലർപ്പുണ്ടാകുന്നു. ഡിഗ്രി കുറയുന്നു. 16 കല സമ്പൂർണമായിരുന്നു, പിന്നെ 2 കല കുറഞ്ഞു പോകുന്നു. കുറഞ്ഞ രീതിയിൽ പാസ്സാകുന്നത് കാരണം രാവണന് ബാണം കാണിച്ചിരിക്കുന്നു, അല്ലാതെ ഏതെങ്കിലും വില്ല് ഒടിച്ചിട്ടില്ല. ഇത് ഒരു അടയാളമായി കാണിച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം ഭക്തി മാർഗത്തിൻ്റെ കാര്യങ്ങളാണ്. ഭക്തിയിൽ മനുഷ്യർ എത്ര അലയുന്നുണ്ട്.
ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ അലച്ചിൽ അവസാനിക്കുന്നു. ഹേ ശിവബാബ എന്ന് പറയുന്നത് വിളിക്കുന്നതിൻ്റെ ശബ്ദമാണ്. നിങ്ങൾക്ക് ഹേ എന്ന ശബ്ദം പറയേണ്ടതില്ല. ബാബയെ ഓർമ്മിക്കണം. നിലവിളിച്ചുവെങ്കിൽ ഭക്തിയുടെ അംശം വന്നതുപോലെയാണ്. ഹേ ഭഗവാൻ എന്ന് പറയുന്നതും ഭക്തിയുടെ ശീലമാണ്. ഹേ ഭഗവാൻ എന്ന് പറഞ്ഞ് ഓർമ്മിക്കൂ എന്ന് ബാബ പറഞ്ഞിട്ടില്ല. അന്തർമുഖരായി എന്നെ ഓർമ്മിക്കൂ. സ്മരണയും ചെയ്യേണ്ടതില്ല. സ്മരണം എന്നത് ഭക്തി മാർഗത്തിലെ വാക്കാണ്. നിങ്ങൾക്ക് ബാബയുടെ പരിചയം ലഭിച്ചു. ഇപ്പോൾ ബാബയുടെ ശ്രീമത്തനുസരിച്ച് നടക്കൂ. ലൗകിക സന്താനം ദേഹധാരിയായ അച്ഛനെ ഓർമ്മിക്കുന്നത് പോലെ ബാബയെ ഓർമ്മിക്കൂ. സ്വയവും ദേഹാഭിമാനത്തിലാണ്. അപ്പോൾ ഓർമ്മിക്കുന്നതും ദേഹധാരിയായ അച്ഛനെയാണ്. പാരലൗകിക അച്ഛനാകട്ടെ ദേഹി അഭിമാനിയാണ്. ഇദ്ദേഹത്തിൽ വന്നാൽ പോലും ദേഹാഭിമാനി ആകുന്നില്ല. പറയുന്നു, ഞാൻ ഇത് ലോൺ എടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് ജ്ഞാനം നൽകുന്നതിന് വേണ്ടി. ഇത് ഞാൻ ലോൺ എടുക്കുകയാണ്. ജ്ഞാനസാഗരമാണ്. എന്നാൽ ജ്ഞാനം എങ്ങനെ നൽകും? ഗർഭത്തിലാകട്ടെ നിങ്ങളാണ് പോകുന്നത്. ഞാൻ ഗർഭത്തിലേക്ക് പോകുന്നില്ല. എൻ്റെ ഗതിയും മതവും വേറിട്ടതാണ്. ബാബ ഇദ്ദേഹത്തിൽ വരുന്നു. ഇതും ആരും അറിയുന്നില്ല. ബ്രഹ്മാവിലൂടെ സ്ഥാപന എന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ബ്രഹ്മാവിലൂടെ സ്ഥാപന ചെയ്യുന്നത്? പ്രേരണ നൽകുമോ? ബാബ പറയുന്നു, ഞാൻ സാധാരണ ശരീരത്തിലാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ നാമം ബ്രഹ്മാവ് എന്ന് വയ്ക്കുന്നു. കാരണം സന്യാസം ചെയ്യുന്നുവല്ലോ. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ബ്രാഹ്മണരുടെ മാല തയ്യാറാവുക സാധ്യമല്ല. കാരണം മുറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ബ്രാഹ്മണർ എപ്പോൾ ഫൈനലാകുന്നുവോ അപ്പോൾ രുദ്രമാല തയ്യാറാകുന്നു. പിന്നെ വിഷ്ണുവിൻ്റെ മാലയിൽ പോകുന്നു. മാലയിൽ വരുന്നതിനു വേണ്ടി ഓർമ്മയുടെ യാത്ര ആവശ്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, നമ്മൾ തന്നെയാണ് ആദ്യം സദോ പ്രധാനമായിരുന്നത്. പിന്നെ സദോ രജോ തമോയിലേക്ക് വരുന്നു. ഹംസോ എന്നതിനും അർത്ഥമുണ്ടല്ലോ. ഓം എന്നതിൻ്റെ അർത്ഥം വ്യത്യസ്തമാണ്. ഓം എന്നാൽ ആത്മാ. പിന്നെ അതേ ആത്മാവ് തന്നെ പറയുന്നു ഹംസോ ദേവത ക്ഷത്രിയ. അവർ പറയുന്നു നമ്മൾ ആത്മാവ് തന്നെയാണ് പരമാത്മാവ്. നിങ്ങളുടെ ഓം എന്നതിൻ്റെയും ഹംസോ എന്നതിൻ്റെയും അർത്ഥം തികച്ചും വ്യത്യസ്തമാണ്. ഞാൻ ആത്മാവാണ്. പിന്നെ ആത്മാവ് വർണ്ണങ്ങളിൽ വരുന്നു. ഞാൻ ആത്മാവ് തന്നെ ആദ്യം ദേവത, പിന്നെ ക്ഷത്രിയൻ ആകുന്നു. ആത്മാവ് തന്നെ പരമാത്മാവ് എന്നതല്ല. ജ്ഞാനം പൂർണ്ണമായും ഇല്ലാത്തത് കാരണം അർത്ഥത്തെ തന്നെ ആശയക്കുഴപ്പത്തിലാക്കി. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നു. ഇതും തെറ്റാണ്. ബാബ പറയുന്നു, ഞാൻ രചനയുടെ അധികാരിയാകുന്നില്ല. ഈ രചനയുടെ അധികാരി നിങ്ങളാണ്. വിശ്വത്തിൻ്റെയും അധികാരി നിങ്ങളാണാകുന്നത്. ബ്രഹ്മം തത്വമാണ്. നിങ്ങൾ ആത്മാക്കൾ തന്നെയാണ് ഈ രചനയുടെ അധികാരിയാകുന്നത്. ഇപ്പോൾ ബാബ എല്ലാ വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും യഥാർത്ഥ അർത്ഥം ഇരുന്ന് കേൾപ്പിക്കുന്നു. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കണം. ബാബ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഭക്തി എന്താണ് പറയുന്നത്? ജ്ഞാനം എന്താണ് പറയുന്നത്? ഭക്തി മാർഗത്തിൽ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു, ജപം തപം ചെയ്തു, ധനം പാഴാക്കി. നിങ്ങളുടെ ക്ഷേത്രങ്ങളെ വളരെ പേർ കൊള്ളയടിച്ചു. ഇതും ഡ്രാമയിലെ പാർട്ടാണ്. പിന്നെ തീർച്ചയായും അവരിൽ നിന്ന് തന്നെ തിരികെ ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നോക്കൂ, എത്രയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ദിനം പ്രതിദിനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. അവർ എത്ര എടുത്തുവോ അത്രയും തന്നെ മുഴുവൻ കണക്കനുസരിച്ച് തരും.
നിങ്ങളുടെ ധനം വിനിയോഗിച്ചതിനെ വിഴുങ്ങുവാനാകില്ല. ഭാരതം അവിനാശി ഖണ്ഡമാണല്ലോ. ബാബയുടെ ബർത്ത് പ്ലേസാണ്. ഇവിടെയാണ് ബാബ വരുന്നത്. ബാബയുടെ ഖണ്ഡത്തിൽ നിന്നും എടുത്തുകൊണ്ടു പോകുന്നത് തിരികെ നൽകേണ്ടി വരും. സമയമാകുമ്പോൾ നോക്കിക്കൊള്ളൂ എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന്. ഈ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, അവർക്കറിയില്ല വിനാശം ഏത് സമയത്താണ് വരുന്നത് എന്ന്. ഗവൺമെൻറ്റും ഈ കാര്യങ്ങൾ അംഗീകരിക്കുകയില്ല. ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. കടമെടുത്തുകൊണ്ടിരിക്കുന്നു. റിട്ടേൺ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ രാജധാനിയിൽ നിന്നും വളരെയധികം ധനം കൊണ്ടുപോയി. അത് തന്നെ തന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൻ്റെ ചിന്തയില്ല. ചിന്ത ഉണ്ടായിരിക്കുന്നത് ബാബയെ ഓർമ്മിക്കുന്നതിൻ്റേത് മാത്രമാണ്. ഓർമ്മയിലൂടെ മാത്രമേ പാപം ഭസ്മമാവുകയുള്ളൂ. ജ്ഞാനമാണെങ്കിൽ വളരെ സഹജമാണ്. ഇനി ആര് എത്ര പുരുഷാർത്ഥം ചെയ്യുന്നുവോ അത്രയും. ശ്രീമത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവിനാശി സർജനിൽ നിന്നും ഓരോ കാര്യത്തിൻ്റെയും മതം സ്വീകരിക്കേണ്ടി വരും. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം കണ്ടുമുട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: എത്ര സമയം ലഭിക്കുമോ അത്രയും സമയം ഈ ആത്മീയ തൊഴിൽ ചെയ്യണം. ആത്മീയ തൊഴിലിൻ്റെ സംസ്കാരം ഇടണം. പതിതരെ പാവനമാക്കുന്നതിൻ്റെ സേവനം ചെയ്യണം. അന്തർമുഖരായി ബാബയെ ഓർമ്മിക്കണം. മുഖം വഴി ഹേ എന്ന ശബ്ദം പുറപ്പെടുവിക്കരുത്. ഏതുപോലെ ബാബയ്ക്ക് അഹങ്കാരം ഇല്ല, അതേപോലെ നിരഹങ്കാരിയാകണം. വരദാനം: മനസ്സാ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും ശ്രേഷ്ഠ വൈബ്രേഷൻ്റെ സുഗന്ധം വ്യാപിപ്പിക്കുന്ന ശിവശക്തി കമ്പൈൻഡായി ഭവിക്കട്ടെ. ഏതുപോലെ ഇക്കാലത്ത് സ്ഥൂലമായ സുഗന്ധത്തിൻ്റെ സാധനങ്ങളിലൂടെ റോസാപ്പൂവിൻ്റെയും ചന്ദനത്തിൻ്റെയും ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള സുഗന്ധം വ്യാപിപ്പിക്കുന്നുവോ, അതേപോലെ താങ്കൾ ശിവശക്തി കമ്പൈൻഡായി മനസ്സ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സുഗന്ധം വ്യാപിപ്പിക്കൂ. ദിവസവും അമൃതവേളയിൽ ഭിന്ന ഭിന്ന ശ്രേഷ്ഠ വൈബ്രേഷൻ്റെ ഫൗണ്ടൻ പോലെ ആത്മാക്കളുടെ മേൽ പനിനീർ തളിക്കൂ. കേവലം സങ്കല്പത്തിൻ്റെ ഓട്ടോമാറ്റിക് സ്വിച്ച് ഓൺ ചെയ്യൂ. അപ്പോൾ വിശ്വത്തിൽ ഏതൊരു അശുദ്ധിയുടെ വൃത്തികളുടെ ദുർഗന്ധമാണോ ഉള്ളത്, അത് സമാപ്തമാകും. സ്ലോഗൻ: സുഖദാതാവിലൂടെ സുഖത്തിൻ്റെ ഭണ്ഡാരം പ്രാപ്തമാവുക എന്നത് തന്നെയാണ് ആ ഒന്നിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളം. അവ്യക്ത സൂചന: കമ്പൈൻഡ് രൂപത്തിൻ്റെ സ്മൃതിയിലൂടെ സദാ വിജയി ആകൂ. ശക്തികൾക്ക് എത്രമാത്രം ശക്തിയുണ്ടോ അത്രയും തന്നെ പാണ്ഡവർക്കും വിശാല ശക്തിയുണ്ട്. അതിനാൽ ചതുർഭുജ രൂപം കാണിച്ചിരിക്കുന്നു. ശക്തികളും പാണ്ഡവരും ഇവർ രണ്ടുപേരുടെയും കമ്പൈൻഡ് രൂപത്തിലൂടെ തന്നെയാണ് വിശ്വസേവനത്തിൻ്റെ കാര്യത്തിൽ സഫലത പ്രാപ്തമാകുന്നത്. അതിനാൽ സദാ അന്യോന്യം സഹയോഗിയായി ഇരിക്കൂ. ഉത്തരവാദിത്വത്തിൻ്റെ കിരീടം സദാ അണിഞ്ഞിരിക്കണം. ഓം ശാന്തി. അനേകം സങ്കല്പങ്ങളുടെ
സർവ വിസ്താരങ്ങൾക്കും ബിന്ദുവിട്ട് ഞാൻ ബിന്ദു രൂപമായി മാറുന്നു. ബിന്ദു രൂപത്തിൽ ഏകാഗ്രതയോടെ സ്ഥിതി ചെയ്യുന്നു. ഒരു സെക്കൻഡിൽ പരമധാമത്തിൽ ബിന്ദുരൂപനായ ബാബയുടെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. സർവ ഗുണങ്ങളുടെയും ശക്തികളുടെയും സാഗരമായ ബിന്ദുരൂപമായ ബാബയുടെ ഓർമ്മയിൽ ഞാൻ ലയിച്ചു ചേരുന്നു. ബിന്ദുരൂപനായ ബാബയിൽ നിന്നും സർവശക്തികളുടെയും ബലം എനിക്ക് ലഭിക്കുന്നു. സർവ ഗുണങ്ങളുടെയും ഖജനാവുകൾ എന്നിൽ നിറയുന്നു. ഈ സർവശക്തികളും ഗുണങ്ങളും സാരരൂപത്തിൽ ഉൾക്കൊള്ളപ്പെട്ട അവസ്ഥയിൽ ഞാൻ മാസ്റ്റർ ബീജരൂപമായി മാറുന്നു. ഈ സമ്പൂർണവും സൂക്ഷ്മവും ശക്തിശാലിയുമായ സ്ഥിതി എന്നിലെ സൂക്ഷ്മ വികർമ്മങ്ങളെപ്പോലും ഭസ്മമാക്കുന്നു. എന്നെ വിഘ്ന വിനാശകനാക്കി മാറ്റുന്നു. എന്നിൽ ഇച്ഛാ മാത്രം അവിദ്യ സ്ഥിതി ഉണ്ടാകുന്നു. ഈ ശക്തിശാലി മാസ്റ്റർ ബീജരൂപ സ്ഥിതിയിലിരുന്ന് ആത്മാക്കൾക്ക് ഞാൻ ഈശ്വരീയ ശക്തികൾ എൻ്റെ വരദാനി സ്വരൂപത്തിലൂടെ ദാനം ചെയ്യുന്നു.